ഇനി പറ, എന്താ വന്ന കാര്യം? ഞങ്ങള് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. നന്ദിയോ? എന്ത് നന്ദി? എന്റെ ജോലി വെള്ളം ചേർത്തിന്റെ വിഷമാണ് എനിക്ക്. ഇന്നേ വരെ ഞാൻ എന്റെ യൂണിഫോമിനോട് നീതികേട് കാണിച്ചിട്ടില്ല. പക്ഷെ ഇസബല്ലയ്ക്ക് വേണ്ടി ഇപ്പോ ഏട്ടന്റെ മകളാണെങ്കിലും എന്റെയും ഭാര്യയുടെ ജീവൻ തന്നെയാ ഇസബല്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. പക്ഷേ ആ ശൂന്യത അറിയിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന് ചന്തവും സന്തോഷവും നൽകുന്നത് ഞങ്ങളുടെ ഇസബല്ല മോള. അവള് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. അവളെ തന്നെ നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചല്ലോ. സാർ ക്ഷമിക്കണം. എനിക്കിതൊരു ജീവൻ മരണ പോരാട്ടം പോലെ ആയിരുന്നു. എൻ്റെ ജീവൻ കൊടുത്തും എനിക്ക് നന്ദനെ രക്ഷിച്ചേ പറ്റുള്ളായിരുന്നു. പിന്നെ ഞാനും ഇതിൽ ഉൾപ്പെട്ടു പോയല്ലോ. എനിക്കും രക്ഷപ്പെടണ്ടേ? സാർ, പാവോ സാർ, ഇവൻ മനസ്സറിവോടല്ല അവൻ ഇത് ചെയ്തത്. പിന്നെ ഋഷി ജീവിച്ചിരുന്ന എവന്റെ കുടുംബത്തെ അവൻ വകവരുത്തുമായിരുന്നു. ഒന്നല്ല 3 പ്രാവശ്യം അവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞത്. 2 വട്ടം ജീവൻ എടുക്കാൻ നോക്കി. സ്വന്തം അമ്മയോട് ഈ രീതിയിൽ പ്രതികരിച്ച ഒരുത്തനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ? എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? കെവിൻ പറഞ്ഞ പോലെ കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല. അമ്മയെ അവഹേളിക്കുന്ന കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എന്തായാലും സാറിനെ രക്ഷിച്ചു. ഈ നന്ദിയും കടപ്പാടും മരണം വരെ ഉണ്ടാവും സാർ. ഏയ് നന്ദ, ഈ നന്ദിയും കടപ്പാടും കാണിക്കേണ്ടത് എന്നോടല്ല, ദേ ഈ കൂട്ടുകാരനോട്. ഇങ്ങനൊരു കൂട്ടുകാരനുണ്ടാവാന്ന് വെച്ചാ വലിയ ഭാഗ്യമാ. സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുക. അരുന്ധതി മാഡം സാറിന് പരാതി തന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അങ്ങനെയാ ഇസബല്ല സാറിൻ്റെ ഏട്ടൻ്റെ മോളാണെന്ന് അറിഞ്ഞത്. പക്ഷെ ഞാൻ അവളെ വിളിച്ചില്ല. നന്ദനെ DYSP ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയപ്പോഴും ഞാൻ അവളെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം സാറ് വീഡിയോ കാണിച്ചപ്പോൾ അപകടം മണത്തു. ഞങ്ങൾ പെട്ടുപോകുമെന്ന് ഉറപ്പായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഇസബല്ലേ വിളിച്ചു. ഇനി എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല സാർ. ഗുഡ്. ഈ വാക്ക് കീപ്പ് ചെയ്യാൻ നന്ദൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നല്ല മാന്യനായിട്ട് ജീവിക്കുകയും വേണം. കെവിനോടും എനിക്കിതേ പറയാനുള്ളൂ. കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ക്രൈമിൽ പങ്കാളിയായല്ല ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തേണ്ടത്. എന്തായാലും രണ്ടാളും സമാധാനമായിട്ട് പോകും. ഈ ഇഷ്യൂ എന്നേക്കുമായിട്ട് അവസാനിച്ചു. അല്ല സാർ, അരുന്ധതി മാഡം ഇനിയും പരാതി വിട്ട് വന്ന അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിയ അത് ഇപ്പം തന്നെ ക്ലിയർ ചെയ്തേക്കാം. ഹലോ സാർ. ഹലോ മാഡം, ഞാൻ DYSP ഐസക്കാണ്. മനസ്സിലായി സാർ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഋഷി എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? മാഡം, ഋഷി എന്തായാലും കേരളത്തിലില്ലെന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു. ഞങ്ങളെല്ലാ സ്റ്റേഷനിലും മെസ്സേജ് ചെയ്തിരുന്നു. പല ടൗണുകളിലും CCTVയും ചെക്ക് ചെയ്തു.
വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒന്നിലും ഋഷിയുടെ ഇമേജ് ഇല്ല. സോ മാഡം ധൈര്യമായിട്ടിരിക്കും. മകൻ വല്ല നോർത്ത് ഇന്ത്യൻ ടൂറിലും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ യാത്രയുടെയൊക്കെ സമയമാണല്ലോ. ബൈക്കിൽ രാജ്യം ചുറ്റുമായിരിക്കും. അപ്പൊ ഇനി എന്ത് വേണമെന്ന് സാറ് പറയുന്നേ? ഞങ്ങൾ അന്വേഷണം അവസാനിപ്പിക്കാൻ പോവാണ്. മാഡം സമാധാനമായിട്ടിരിക്കണം. മാൻ തിരിച്ചു വന്നോളൂ. ഇത്തരം കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇതിന്റെ ഒരു പാറ്റേൺ എനിക്കറിയാം. ഇങ്ങനെ വിളിച്ച് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം അന്വേഷണം നടത്തിയത്? മാഡം, ഞാൻ സൗഹൃദത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇതിനൊരു ഒഫീഷ്യൽ വിഷയമാക്കാൻ എനിക്ക് താല്പര്യമില്ല. മാഡത്തിന്റെ മകൻ പ്രഭാവതിയുടെ വീട്ടിൽ ഒളിച്ചേറി അവരെ വധിക്കാൻ ശ്രമിച്ചില്ലായിരുന്നോ? പ്രഭാവതിയെയും ചന്ദ്രമതി എന്ന സ്ത്രീയെയും പരസ്യമായിട്ട് അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെതിരെ അന്വേഷണം വരുമെന്ന് കരുതി മുങ്ങിയതും ആയിക്കൂടെ? അതിനാദ്യം ചോദ്യം ചെയ്യേണ്ടത് പ്രഭാവതിയാ. പ്രഭാവതിക്കെതിരെ ഒരു പരാതിയില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ എഴുതുന്നത്? ആ കത്തിവിടെ ഉണ്ട്. മാഡം നിയമം പഠിപ്പിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, അന്യ സംസ്ഥാനങ്ങളിൽ കൂടെ നമുക്ക് അന്വേഷിക്കാം. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ? എന്താ രണ്ടാൾക്കും സന്തോഷമായല്ലേ? താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാർ, ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ? സാർ, അന്ന് ആ വീഡിയോ അതെവിടുന്നാ സാറിന് കിട്ടിയത്? അതിനെയും പ്രചരിപ്പിക്കപ്പെട്ട കുഴപ്പമില്ലേ? കെവിന്റെ കൂടെയുള്ള ഒരാൾ തന്നെ എടുത്താണ്. കഴിഞ്ഞ ദിവസം ഒരു മോഷണ കേസിൽ അറസ്റ്റിലായി. ശിവരാജ്. ആ, എന്തായാലും ആ വീഡിയോ നശിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വിഷമിക്കണ്ട. ഇനി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഈ കേസ് തന്നെ പൂർണ്ണമായിട്ട് മറന്നേക്ക്. താങ്ക് യു സാർ. ആ ശരി, നിങ്ങൾ ചെല്ല്. ശരി സാർ. ശരി സാർ. മാഡം, മറ്റ് സ്റ്റേറ്റ്സിൽ അന്വേഷിക്കാൻ അയാൾ എന്നെ സഹായിക്കാന്ന്. പോലീസിന്റെ അന്വേഷണം നടക്കുകയില്ലേ മാഡം? സമാധാനമായിരിക്കെ. അന്വേഷണം അവസാനിപ്പിക്കാമെന്നല്ലേ അയാൾ പറഞ്ഞത്? ഒരുപാട് പോലീസുകാരെയും അന്വേഷണമൊക്കെ കണ്ടവള ഈ അരുന്ധതി. അയാളുടെ സഹായം ഇല്ലാതെ തന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഡിവൈഎസ്പിക്ക് മേൽ പുറത്തു നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടോ മാഡം? ഇതിലിപ്പോ അങ്ങനെ ഒരു സമ്മർദ്ദം വരേണ്ട കാര്യമില്ലല്ലോ CP. അവൻ എന്തെങ്കിലും തരത്തിൽ കുറ്റവാളിയാണോ? അവന്റെ പേരിൽ എന്തെങ്കിലും പരാതിയുണ്ടോ സ്റ്റേഷനിൽ? ഇല്ലല്ലോ. പിന്നെ അന്വേഷണം വേണ്ടാന്ന് വെക്കാൻ മാത്രം എന്ത് തെറ്റാവൻ ചെയ്തേ? ഡിവൈഎസ്പിക്കെതിരെ പരാതി കൊടുക്കണോ മാഡം? ഈ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയല്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയെ പോലും നേരിട്ട് പരിചയമുള്ള മാഡം ഡിവൈഎസ്പിക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രാധാകൃഷ്ണൻ മിനിസ്റ്ററെ ഞാനൊന്ന് പോയി കാണട്ടെ. വേണ്ട CP, ഇത് വലിയൊരു വാർത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ DYSP നേരിട്ട് നിന്നണ്ടേ. ഋഷി എന്നോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണെന്നും പറഞ്ഞ് അടുത്ത കഥയുണ്ടാക്കും ചാനലുകാർ. എന്നാലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? SP കാണാം, അല്ലെങ്കിൽ DGPയെ നേരിട്ട് കണ്ട് കാര്യം പറയാം. വേണ്ട, അത് മുന്നിൽ കണ്ടിട്ടായിരിക്കും അയാൾ ആ തുറുപ്പ് ചീട്ടിറക്കിയത്. ഋഷിയുടെ ചില കുഴപ്പങ്ങള്, ചന്ദ്രോത്ത് അതിക്രമിച്ച് കയറിയതും പ്രഭാവതി അവഹേളിച്ചതൊക്കെ. എന്നുവെച്ചാ DYSPക്കെതിരെ പരാതി കൊടുത്താ ഋഷിയെ കുടുക്കിലാക്കുന്നു.
മുന്നോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. മാഡം, ആ നന്ദനും അവന്റെ കൂട്ടുകാരനും ഡിവൈഎസ്പി കാണാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. ഉം. അല്ല, സംശയിക്കത്തക്കതായി നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കുക, നമ്മുടെ ഈ ഇഷ്യൂവായി എന്തെങ്കിലും ഒരു ബന്ധം അതിനുണ്ടോ? എന്നുവെച്ചാ അന്വേഷണം വൈകിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, അന്ന് ഋഷി പ്രഭാവതിയെ ആക്ഷേപിച്ചിട്ടും നന്ദൻ അതിൽ ഇടപെട്ടില്ലല്ലോ. അതൊക്കെ നമ്പരായിക്കൂടാന്നില്ല. അല്ല, സംശയിക്കുമ്പോൾ നമ്മൾ എല്ലാ റൂട്ടും പിടിക്കണമല്ലോ. അങ്ങനെ കാട് കയറി ചിന്തിച്ചതാ. ഇല്ല, ഋഷിയുടെ കാര്യത്തിൽ നന്ദനും ദേവികയൊന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ വഴിക്കൊന്ന് അന്വേഷിക്കണം. മറ്റന്നാൾ ഞാനൊന്ന് ചെന്നൈക്ക് പോവാ. അവിടെയും ഋഷിക്ക് കൂട്ടുകാരുണ്ടല്ലോ. നീ ഈ പറയുന്ന അനുസരിച്ച് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കേണ്ടത്? അതേമേ, ഇനി പേടിക്കണ്ട. ഇസബല്ല പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഡിവൈഎസ്പിക്ക്. ഇസബല്ല സ്വന്തം മോളാ അദ്ദേഹത്തിന്. സംശയിക്കണ്ടമ്മേ, എന്നെയും കെവിനെയും പൂർണ്ണമായും ഫ്രീ ആക്കി കഴിഞ്ഞു. ഇതുപോലൊരു കേസിൽ ഇടപെട്ട് രക്ഷിക്കാൻ മാത്രം ഒരു ബന്ധം നിങ്ങളുമായിട്ട് ഇസബല്ലയ്ക്കുണ്ടോ? അല്ല, ഇതിന്റെ പിറകില് വേറെ ചതിയൊന്നുമില്ലല്ലോ മോനെ? അമ്മ ഒട്ടും സംശയിക്കണ്ട. കെവിന്റെ വേറൊരു ടൈപ്പാ ഇസബല്ല. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഏത് കാര്യത്തിനും ഏതറ്റം വരെയും പോവാൻ അവൾ എപ്പോഴും കൂടെ ഉണ്ടാവും. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടും കെവിൻ അവളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനൊരു സഹായമായി. അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, എനിക്ക് ആശ്വാസമായി. പക്ഷേ എന്നെ പോലെ വേറൊരമ്മ സ്വന്തം മകനെ ഓർത്ത് തീരുന്നല്ലേ? അരുന്ധതി ശത്രുവാ. എന്നെ കൊല്ലാൻ തന്നെ നിന്നവൾ അവള്. അവളെ തോൽപ്പിക്കാൻ ഞാനും. പക്ഷേ അവൾ ഒരമ്മയല്ലേ? 10 മാസം വയറ്റിൽ വളർന്ന മോൻ. മക്കളെക്കുറിച്ച് എല്ലാ അമ്മമാർക്കും ഒരേ സ്വപ്നങ്ങളാ. അവിടെ പ്രഭാവതിയും അരുന്ധതിയും ഒക്കെ ഒരുപോലെയാ. മക്കളുടെ ആദ്യത്തെ കരച്ചിൽ എല്ലാ അമ്മമാരുടെയും മനസ്സ് ഒരുപോലെ നിറയ്ക്കുന്നത്. അവര് മുലപ്പാല് കുടിക്കുമ്പോ, കമരുമ്പോ, പിച്ച വയ്ക്കുമ്പോഴൊക്കെ ലോകത്തിലെ ഏതമ്മയും സന്തോഷിക്കുന്നത് ഒരുപോലെയാ. ഇപ്പൊ അരുന്ധതിയുടെ സന്തോഷങ്ങളൊക്കെ പകുതിയിൽ അവസാനിച്ചിരിക്കുന്നു. തുടങ്ങി വെച്ചത് ഞാനാ. ഋഷിയെ കാറടിപ്പിച്ച് വീഴ്ത്തിക്കൊണ്ട് എന്റെ മോനത് പൂർത്തിയാക്കി. അമ്മേ, ഞാൻ അല്ല, നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. വിധി എങ്ങനെയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതം തയ്യാറാക്കുന്നതെന്ന് ആലോചിച്ചപ്പോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. അവന്റെ വിധി അവനായിട്ട് തന്നെ ചോദിച്ചു വാങ്ങും പോലെ ആയിരുന്നില്ലേ? ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോവാം. 2-3 ദിവസം അവിടെ ഭജനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കാം. സങ്കടവും കുറ്റബോധവും ഒക്കെ ഭഗവാൻ മാറ്റി തന്നോളും. ഏതായാലും ഒരു ദിവസമായി ഇസബല്ലെ ഇങ്ങോട്ട് വിളിക്കണം. എത്ര വലിയ സഹായവാ ആ കുട്ടി നമുക്ക് ചെയ്തു തന്നത്. എനിക്ക് ആ മോളെ ഒന്ന് പരിചയപ്പെടണം. വരട്ടെ അമ്മേ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ. മതി. മോനെ, ഇനി
കഴിഞ്ഞതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഒന്നും നടന്നത്. നീ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. ഇല്ലമ്മേ, ഇപ്പൊ എന്റെ മനസ്സിന് നല്ല ആശ്വാസമുണ്ട്. എന്താ ദേവിയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? കെവിൻ എന്തെങ്കിലും തിരക്കിലായിരുന്നോ? ഇനി അഥവാ തിരക്കിലാണെങ്കിലും കൂട്ടുകാരെ വിളിച്ചാൽ എനിക്ക് അതാണ് പ്രാധാന്യമെന്ന് ദേവിക്ക് അറിയില്ലേ? ദേവിക കാര്യം പറ. നന്ദുവിന്റെ കാര്യം തന്നെയാ. നന്ദനെന്ത് പറ്റി? കെവിൻ അറിയാലോ. കെവിൻ എന്ന് പറഞ്ഞല്ലോ നന്ദുവിന്റെ ഡിപ്രഷന് കാരണം കെവിന്റെ സ്ഥാപനത്തിലെ ഇഷ്യൂ ആണെന്ന്. ആ, അന്ന് കെവിൻ നന്ദുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തതാ. പക്ഷേ നന്ദുവിന്റെ ടെൻഷനൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നന്ദു സങ്കടപ്പെടുന്നോണ്ടായിരിക്കും അവിടെ അമ്മയ്ക്കും വലിയ വിഷമോ. അവനൊരു തൊട്ടാവാടിയ ദേവിക. മുരളി അവന്റെ സുഹൃത്തല്ലേ, മുരളിക്കും അറിയായിരിക്കുമല്ലോ. ഏത് കാര്യവും അവന് പെട്ടെന്ന് ഫീലാകും. ഞാൻ 100 വട്ടം അവനോട് പറഞ്ഞു, എടാ അത് മനസ്സിൽ നിന്ന് വിട്, ആ കാശിന്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല എന്ന്. പക്ഷെ ഞാൻ വിട്ടാലും അവൻ വിടണ്ടേ? ദേവിക പേടിക്കാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നന്ദനെ നേരെയാക്കി എടുക്കാം. ഇപ്പൊ തന്നെ അവൻ കുറെ മാറിയിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. ഇന്ന് തന്നെ ഞാൻ കുറെ ഉപദേശിച്ചാ പറഞ്ഞു വിട്ടെ. ചെറിയൊരു ഉത്സാഹത്തിൽ അവൻ പോയിട്ടുള്ളത്. ദേവി നോക്കിക്കോ, അവന്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും ഞാൻ കൂടെ നിന്ന് മാറ്റിയെടുക്കും. കെവിന്റെ വാക്കുകൾ കേൾക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നു. അതെ, തീരെ പാവങ്ങളായി പോയതിന്റെ പ്രശ്നമാണ്. ഏതായാലും ഇന്നത്തെ ഉപദേശം കൊണ്ട് അവൻ ഏതാണ്ട് പൂർണ്ണമായ ആശ്വാസം കിട്ടിയെന്നാ എന്റെ വിശ്വാസം. പിരിയുമ്പോ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ആണോ? ആ, ഞാനൊന്ന് ചെറുതായി വിരട്ടിയിട്ടുണ്ട്. ഇനിയും തൂങ്ങി പിടിച്ചിരുന്ന ഇടി മേടിക്കുമെന്ന്. പഴയ നന്ദനെ ഇപ്പൊ ഏതാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് മുരളി. വളരെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ കൂട്ടുകാരാ. പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ അവൻ ഇങ്ങനെ ഉൾവലിഞ്ഞു കാണുന്നത് ഇപ്പൊ മാത്രമാണ്. ഇപ്പൊ മാത്രമല്ല അവൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇനി എന്തായിരുന്നാലും കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ച് അവനെ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. പറഞ്ഞില്ലേ, ഇപ്പൊ അല്പം സന്തോഷത്തോടു കൂടി അവൻ പോയിരിക്കുന്നത്. ഇനി ഓരോ വിഷയം എടുത്തിട്ട് അവന്റെ മനസ്സ് വീണ്ടും പ്രശ്നത്തിലാക്കരുത്. അപ്പൊ ദേവിക, സംശയമൊക്കെ തീർന്നല്ലോ? കെവിൻ, എനിക്കൊരു സംശയം. എന്താ മുരളി, പറഞ്ഞോ. ഋഷിയെ കാണാതായതും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, നന്ദൻ പണ്ട് ഋഷിയെ തല്ലിയിട്ടുണ്ട്. ഇപ്പോ ഋഷിയെ കാണാതായപ്പോ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന്റെ മനസ്സിലിപ്പോഴേ ഋഷി ഒന്നുമില്ല. നമ്മളിനി പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു വിഷമം അവന്റെ മനസ്സിൽ കൊണ്ടുവയ്ക്കാതിരുന്നാൽ മതി. അവൻ ഏതാണ്ട് ഇപ്പൊ ഓക്കെയാണ്. കെവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കെവിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരുത്തിയതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഒന്ന് നിർത്തന്റെ ദേവികെ. ഒരു കാര്യം ചെയ്യും,
ഒരു അനുമോദന സമ്മേളനം വിളിച്ചു കൂട്ടി എന്നെ അങ്ങ് അനുമോദിക്കും. വേണമെങ്കിൽ നിയമസഭയിൽ തന്നെ ആയിക്കോട്ടെ. തീർന്നില്ലേ? ശരി, ഞാൻ പോവാട്ടോ. മുരളി. ആ ശരി. കെവിനുമായിട്ട് സംസാരിച്ചപ്പോ ഒരാശ്വാസം കിട്ടി, അല്ലേ മുരളേട്ടാ? അയാൾ പറഞ്ഞതുപോലെ ഞാനും ദേവിയോട് പറഞ്ഞതല്ലേ, അവൻ കാശുകാരനായതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ വില വന്നു. ദേ മുരളേട്ടാ, അടി വാങ്ങുവേ. ആ ഇനി അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഷെടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഓ മാഡം, വണ്ടി കയറിയ വീട്ടിൽ കൊണ്ട് വിടായിരുന്നു. MLA-യോട് അപമര്യാദയായിട്ട് പെരുമാറിയതുകൊണ്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നെ ഓഫീസിൽ വിട്ടാ മതി.